ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഓട്ടം തുടങ്ങുന്ന സമയമായി. ഇന്നിപ്പോൾ കൃത്യം 4 മണിയാകുമ്പോൾ കഫിലെ രണ്ടാമത്തെ ഭാര്യയുടെ ഓട്ടം ഉണ്ടോ ഇന്നലെ ആദ്യത്തെ ഓട്ടം, ഇന്ന് രണ്ടാമത്തെ ഭാര്യയുടെ ഓട്ടമാണ്. കഫിലിനെ 2 ഭാര്യമാരുണ്ട്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച രാത്രി ആദ്യത്തോളം ഓട്ടമായിരുന്നു. ആദ്യത്തോളം ഉമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെ പോകുന്നു. ഇന്ന് രണ്ടാമത്തെ ഭാര്യയുടെ ഓട്ടമാണ്. ഇന്ന് രണ്ടാമത്തെ ഭാര്യ കൃത്യം ഇപ്പോൾ എത്ര മണിയായി? 4 മണിയായി. 3:53. ഓക്കെ, 2 ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? 2 ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പോയത് ഈ സൂക്കിലേക്കാണ്. സൂക്ക് ദൈസർ എന്ന് പറയും, ഉമ്മുൽ ഹമാമിലാണ്. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് 10-15 മിനിറ്റേ ഉള്ളൂ. അവിടെ എത്തിയ സമയത്ത് വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ല, ഫുള്ളായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വണ്ടി അവിടെ എടുത്തു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതിവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇതാണ് എൻ്റെ വണ്ടി. ഉമ്മുൽ ഹമാമിൻ്റെ ആ സൂക്ക് വന്നിട്ട് ഇപ്പോൾ അടുത്തൊരു കോഫി ഷോപ്പിൽ കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് ഇറങ്ങി. ഇപ്പോൾ അടുത്ത കോഫി ഷോപ്പിൽ അവർ വിട്ടിട്ടുണ്ട്. ഈ കാണുന്ന റോഡ് ഷാറ തഖസുസിയാണ്, സുലൈമാൻ ഹബീബി ഹോസ്പിറ്റലൊക്കെ ഉള്ള റോഡാണ്. മുമ്പ് ഇവിടെയൊക്കെ ഫ്രീ പാർക്കിംഗ് ഉണ്ടായി ഇഷ്ടം പോലെ. ഇപ്പോൾ ഒക്കെ പേ പാർക്കിംഗ് ആണ്. എല്ലാ റോഡ് സൈഡിലും ഇപ്പോൾ പേ പാർക്കിംഗ് കൂടുതലായിട്ട് വരുന്നുണ്ട് സൗദി അറേബ്യയിൽ. അപ്പോൾ എല്ലാവരും ഡ്രൈവർമാരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ കാണാൻ പറ്റും, ഒരു ബ്ലൂവും ഗ്രേ കളറാണ് പാർക്കിങ്ങിലൊക്കെ കളർ കൊടുത്തിട്ടുള്ളത്. പാർക്കിംഗ് സൈഡിൽ കളർ കാണാൻ പറ്റും നമുക്ക്. അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ലാത്ത ആൾക്കാർക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ, അറിയുന്ന ആൾക്കാർ ഓൺലൈൻ വഴി ചെയ്യാം. മുൻകൂട്ടി വേണമെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം ഓൺലൈൻ വഴി അറിയാവുന്ന ആൾക്കാർ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റും. പേ ചെയ്തിട്ട് പാർക്കിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഡ്രൈവർമാർ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഒക്കെ ആക്കുമ്പോൾ സ്ഥലം നോക്കുക. ഇത് പേ പാർക്കിംഗ് ആണോ അല്ല ഫ്രീ പാർക്കിംഗ്. എല്ലായിടത്തും ബോർഡ് ഉണ്ടാവും. ഫ്രീ പാർക്കിംഗ് ആണെങ്കിൽ അവിടെ വെക്കുക. അതല്ലെങ്കിൽ പേ പാർക്കിംഗ് ആണെങ്കിൽ പേ ചെയ്തിട്ട് തന്നെ വെക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. 100 റിയാൽ മുതൽ 200 സംതിങ് റിയാൽ വരെ കിട്ടും. ഈ പേ പാർക്കിംഗ് ആദ്യം തുടങ്ങി അന്ന് എനിക്കും കിട്ടിയായിരുന്നു ഫൈൻ. 200 സംതിങ് റിയാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർ ആക്കുക. ഞാനിപ്പോൾ നേരെ പോക്കറ്റ് റോഡ് പോയിട്ട് ബാക്ക് സൈഡായിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത്. അങ്ങനെ കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അടുത്തതിന് തൊയ്ബ സൂക്ക്. ഇതാണ് തൊയ്ബ സൂക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇറക്കിയിട്ടുണ്ട്. 5:45 വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഈ തൊയ്ബ സൂക്ക് എത്തിയാലേ 2 ബുർജ് കാണിച്ചു തരാം. ഇതൊന്ന് അൽ മജ്ദുൽ ടവറും, അത് റൈറ്റ് സൈഡായിട്ടും മറ്റേ ലെഫ്റ്റ് സൈഡായിട്ട് കിങ്ഡം സെൻറ്ററും കാണാൻ പറ്റും. 2 സൈഡായിട്ട് 2 ഫില്ലർ പോലെ. അങ്ങനെ കൃത്യം 6:30 മണിയാകുമ്പോൾ തൊയ്ബ സൂക്ക് വിളി വന്നു. തൊയ്ബ സൂക്ക് ഇനി അടുത്തത് എവിടെ പോകുന്നതെന്ന് നോക്കണം. കൃത്യം 6:30 മണിയായി. 6:23 ആയി. ഓക്കെ, അടുത്ത ലൊക്കേഷൻ നോക്കാം. ഇപ്പോൾ 9:30 മണിയായി. ഇപ്പോൾ അവിടുന്ന് നേരെ വേറൊരു സ്ഥലത്ത് വന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് താജ്മഹൽ ഹോട്ടലുണ്ട്. അപ്പം അങ്ങനെ അതിനകത്തോട്ട് പോയി. ഇപ്പോൾ 6:30 മണിക്ക് സൂക്കിന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചേ വേറെ എവിടെയെങ്കിലും പോയായിരിക്കും. 9 മണി വരെ അവിടെ തന്നെ ഉണ്ടായി. സൂക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങി. പിന്നെ വണ്ടിയിൽ തന്നെ ഉണ്ടായി ഒരു. പിന്നെ അവിടുന്ന് നേരെ ഹോട്ടലിൽ പോയി. മാഡമിൻ്റെ കൂട്ടുകാരി ഉണ്ടായി ഒന്നിച്ചിട്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പം മണി 10:30 ആയി. ഇനി വേണം എനിക്ക് റൂമിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നാളെ ഞായറാഴ്ച രാവിലെ ഓട്ടം ഉണ്ട് 8:30 മണിക്ക്. അപ്പോൾ ഓക്കെ, ഇന്നത്രയേ ഉള്ളൂ.